മഴ തോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയുടെ ആ ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അലീനയെ തിരിച്ച് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതറിഞ്ഞ് വളരെയധികം സന്തോഷത്തിലായിരിക്കും ബാലചന്ദ്രനും മനുവൊക്കെ. ഒരുപാടധികം സന്തോഷത്തോടു കൂടെ തന്നെ അവർ അലീനയെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് വരികയാണ്. ഇവരെ കാണുന്ന സമയത്ത് അലീനയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ ചിരിച്ചിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. നഴ്സ് അലീനെ അവിടെ പിടിച്ചിരുത്തിയതിന് ശേഷം നഴ്സ് അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്ത് തന്നെ അലീന ചോദിക്കുന്നത്, ഞാൻ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ബുദ്ധിമുട്ടായില്ലേ? അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എന്ത് ബുദ്ധിമുട്ടോ? നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. നിന്നെ ഏതായാലും ഈശ്വരൻ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലായി. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എന്താ മോളെ ശരിക്കും ഉണ്ടായത്? നിനക്കൊന്ന് ബോധം വന്നിട്ട് വേണം എന്താ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിന്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് അലീന ആദ്യം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഏയ് ആരുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സർ. അത് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എന്ത് നിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയ? അതെങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്ന, അത് ഞാൻ രോഹിത്തിൻ്റെ മുറി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടേബിളിൻ്റെ അടുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് അങ്ങ് വീഴാൻ പോയി. അപ്പോഴേക്കും ചവിട്ടി കിട്ടിയത് ടേബിളിൻ്റെ ആ ഒരു കാലിലായിരുന്നു. ആ സമയത്തിന് എനിക്ക് പിടുത്തം കിട്ടിയത് ഈ ഒരു കത്രികയിലായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങ് വീഴുന്നതോടുകൂടി തന്നെ ആ കത്രിക വയറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കുത്തി കയറാണ് ചെയ്തതെന്നൊക്കെ അലീന കള്ളം പറയും. അല്ല മോളെ, പിന്നെ നീ എങ്ങനെയാ താഴെ എത്തിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി എഴുന്നേറ്റിങ്ങനെ താഴേക്ക് വരുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി. അങ്ങനെ തല കറങ്ങിയിട്ട് ഞാൻ അവിടെ വീണ് പോയതാണെന്നൊക്കെ കള്ളം പറയാണ് അലീന. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നത്, ശ്രദ്ധിക്കേണ്ട മോളെ, ഈ കാര്യങ്ങളൊക്കെ ഏതായാലും നിനക്കിങ്ങനെ പറ്റിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഇനി മറ്റെന്തെങ്കിലും രീതിയിൽ നിനക്ക് മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാണെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു. അന്നേരം അലീന ഒന്ന് പതറുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കൂടെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകും. ഇത്ര നേരം അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ മനു അത്ര നേരം അവിടെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. മനു ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അലീനയുടെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, അലീനയോട് ചോദിക്കുന്നത്, എന്തിനാ അലീന നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അന്നേരം അലീനക്കൊരു അത്ഭുതമായിരിക്കട്ടെ. അലീന ചോദിക്കുന്നത്, എന്താ മനുവേട്ടൻ നീ പറയുന്നത്? ഞാൻ നുണ പറയേ? പിന്നെ നീ പറഞ്ഞതൊക്കെ ശരിക്കും നടന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് ചോദിക്കാട്ടോ മനു. അന്നേരം അലീന പറഞ്ഞിട്ട്, അതെ ഇത് തന്നെയാണ് ഉണ്ടായത്, ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറയും. അന്നേരം സംശയത്തോടു കൂടി തന്നെ, രോഹിത് നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ മനു. അപ്പോഴേക്കും രോഹിതോ, ഏയ് ഇല്ല മനുവേട്ട, രോഹിത് അതിന് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയാണ്. അന്നേരം മനു ചോദിക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തിനാ അലീന നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അതെ, എന്നെ രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് നീ അവളോട് സംസാരിച്ച് നിർത്തിയത് രോഹിത്തിന് നാരങ്ങ വെള്ളം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ? അതിനുശേഷം നിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടേ ഇല്ല എന്ന് രേവതിക്കുട്ടി എന്നോട് പറഞ്ഞു. ഉണ്ടായ സത്യം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അലീന എന്നിങ്ങനെ പറയുന്ന സമയത്തിന് അലീന അത് പറയാനിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും മനു നേരെ പോയിട്ട് റൂമിൻ്റെ വാതിലങ്ങ് ലോക്കിയാണ്. അതിനുശേഷം വീണ്ടും മനു നേരെ അലീനയുടെ തൊട്ടടുത്തേക്ക് വന്നിരുന്ന് ചോദിക്കുകയാണ്, എന്താ അലീന ശരിക്കും ഉണ്ടായത്? കാര്യം എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ, ഞാനീ സത്യം ആരോടും പറയും. അവൻ നിന്നെ എങ്ങാനും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്ന് മനു ചോദിക്കുന്ന സമയത്തിന് അലീന മനുവിന് മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മനുവിനോട് തുറന്നു പറഞ്ഞു കൊടുക്കും. രോഹിത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നാരങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാനത് കലക്കിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും അവന് അതിലെന്തോ പൊടി കലക്കിയിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എന്നെ എല്ലാ രീതിയിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ മനു. അലീനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് മനുവിന് വല്ലാത്തങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ അവനൊന്നും ചെയ്തില്ലേ? അപ്പം നിനക്ക് ഒച്ച വെക്കായിരുന്നില്ലേ അലീന എന്നിങ്ങനെ മനു ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നത്, എങ്ങനെ ഞാൻ ഒച്ച വെക്കാനാ മനുവേട്ടാ? മുകളിലത്തെ നിലയിൽ നിന്ന് ഞാൻ ഒച്ച വെച്ചിട്ട് ആര് കേൾക്കാനാ? വയ്യാത്ത മുത്തശ്ശി താഴെ നിന്ന് വന്നിട്ട് എന്നെ എങ്ങനെ രക്ഷിക്കാനാ? പക്ഷേ അവൻ്റെ കൂടെ ഹരിയും കൂടെ ഉണ്ടായിരുന്നു. ഹരീനെ കൂടെ കണ്ടപ്പോഴാണ് ഞാൻ ആകെ ഷോക്കായത്. രോഹിത്തിൻ്റെ കൂടെ ഹരീനെയും കൂടെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഒരു കത്രിക എടുത്തിട്ട് സ്വയം എൻ്റെ വയറ്റത്തേക്ക് അങ്ങ് കുത്താണ് ചെയ്തതെന്നൊക്കെ പറയും. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ബോധം പോവാറായി. ആ ഒരു സെക്കൻഡിൽ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അലീന. എന്നിട്ട് അലീന കരഞ്ഞു കൊടുത്തതിന് മനുവിനോട് പറയുന്നത്, മനുവേട്ട ഈ സത്യം ആരോടും പറയരുത്, ആരും ഈ ഒരു കാര്യം അറിയരുത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്നും പറഞ്ഞു വിടും. മാത്രമല്ല അവരുടെയൊക്കെ ഭാവിയും നാശാവും. ഇപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മേഡത്തിന് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ എൻ്റെ അവസ്ഥ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതാരോടും പറയേണ്ട മനുവേട്ട. ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയുള്ളൂ. ഇതെൻ്റെ കയ്യിൽ നിന്നും പറ്റിയ അബദ്ധമാണെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ പേരിൽ വേണ്ട മനുവേട്ടാന്നൊക്കെ പറഞ്ഞ് അലീന ഭയങ്കര കരച്ചിലായിരിക്കും. ആ സമയത്ത് തന്നെ മനു പറയുന്നുണ്ട്,
അങ്ങനെ അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഒന്നും മിണ്ടാതിരുന്നാൽ ശരിയാവില്ലോ. അവർ നിന്നെ ഇത്രമാത്രം ചെയ്തു കൂട്ടിയിട്ട് നീ ഒന്നും പ്രതികരിക്കാതിരുന്ന അവർക്ക് പിന്നെ അതൊരു രക്ഷയായിട്ട് മാറി. നീ ഒരു വട്ടം അവരോട് ക്ഷമിച്ചത് കൊണ്ട് തന്നെ വീണ്ടും അവർ നിന്നോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് എന്താ ഉറപ്പ്? നീ സാധാരണ ആ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവാറുള്ളൂ, അപ്പോൾ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മനു ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കാണ്. അപ്പോഴേക്കും അലീന വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട മനുവേട്ട, ഇനി മനുവേട്ടനായിട്ട് വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട, ഇതിപ്പോൾ ഏതായാലും ഇങ്ങനെ തീർന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ മനു പറഞ്ഞിട്ട്, ഇല്ല അലീന, ഒരിക്കലും അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നോട് അവരിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള സത്യം ആരെങ്കിലുമൊക്കെ അറിയണ്ടേ, അല്ലെങ്കിൽ പിന്നെ അവർ വീണ്ടും ഈ കുടുംബത്തിൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെയല്ലേ തുടരാനും പോകുന്നത്. അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, രണ്ടും എൻ്റെ അനിയന്മാർ തന്നെയല്ലേ. അവരെ നല്ല രീതിയിൽ നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. തെറ്റ് ചെയ്ത് അവരെന്തായാലും ശിക്ഷിക്കപ്പെടണം. അവരുടെ തെറ്റ് തിരുത്താനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനു അവിടെ നിന്ന് അങ്ങ് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും പുറകിൽ നിന്ന് അലീന ഉറക്കി മനുവേട്ടാന്നിങ്ങനെ വിളിക്കുന്ന സമയത്തിന് മനു പറയുന്നുണ്ട്, അലീന വിഷമിക്കാതിരിക്കുക, അലീന നല്ലോണം റെസ്റ്റ് എടുക്കുക, ഇതേതായാലും എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏതായാലും അവരെ കണ്ടുവച്ചും വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മനു അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ റൂമിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മനു ഡോറ് തുറന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലചന്ദ്രനെ കാണുന്ന സമയത്തിന് മനു ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ നേരത്തെ അവൾ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും മനു പറയുന്നത്, അത് പിന്നെ അങ്കിള് അത് എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ടടാ, അവൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അന്നേരം മനു പറയുന്നുണ്ട്, അതേ അങ്കിളെ, ഇനി ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച് പാവം അലീന എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിലും എങ്ങനെയാണ് അവർക്കൊക്കെ ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ഹരിയും രോഹിത്തും എന്ന് തൊട്ടാണ് ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയത് എന്നൊക്കെ പറയട്ടെ മനു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, എന്ത് ചെയ്യാനാ, വളർത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഇവരിങ്ങനെ തന്നെയാണ് ഓരോരുത്തരോട് പെരുമാറുന്നത് എന്നുള്ള കാര്യമൊന്നും. ഇനിയിപ്പോൾ എന്താ ഇതിന് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രന് അലീനയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിൽ. അന്നേരം മനു പറയുന്നുണ്ട്, ഇതേതായാലും ഇങ്ങനെ വെറുതെ വിട്ടാറില്ലൊന്നും ശരിയാവില്ല അങ്കിളെ, ഇനി മറ്റാരെങ്കിലും അറിയോ അറിയാതിരിക്കോ എന്തോ ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇതിനെ പറ്റിയിട്ട് അവരോട് ഇനി ചോദിച്ചേ മതിയാവൂ, എങ്കിലേ പിന്നെ അവർക്ക് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാനൊരു പേടിയുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അവരോട് ചോദിക്കണം, അവരോട് ചോദ്യം ചെയ്തേ. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവളോട് ഈ ഒരു കാര്യം അവർ തന്നെ ആവർത്തിക്കില്ല എന്ന് എന്താ ഉറപ്പ്? എന്തായാലും ഇതിനെ പറ്റിയിട്ട് നമുക്ക് ചോദ്യം ചെയ്തേ പറ്റൂ അങ്കിളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതെ ചോദിക്കണം, ചോദിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത്രയും വലിയൊരു തെറ്റ് ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് നിരപരാധികൾ പോലെ സമൂഹത്തിൽ അവരിങ്ങനെ മാന്യന്മാരായിട്ട് നടക്കൊന്നും വേണ്ട. എന്തായാലും ഇതിനെ പറ്റിയിട്ട് അവരോട് നേരിട്ട് ചോദിക്കണം. പാവമാലീന അവൾ ഏതായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവട്ടെ, വീട്ടിലേക്ക് തിരികെ എത്തിയിട്ട് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ബാല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോലീസുകാർ. ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നുള്ള കാര്യം ഹോസ്പിറ്റലുകാർ തന്നെയായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ അലീനയുടെ പരാതി എടുക്കാൻ വേണ്ടിയിട്ട്, അലീനയുടെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തും. ആ സമയത്തിൻ്റെ പോലീസുകാരോട് ബാലചന്ദ്രനോട് പറഞ്ഞ അതേ നുണ തന്നെയായിരിക്കട്ടെ അലീന പോലീസുകാരോടും പറയുന്നത്. രോഹിത്തിനെ സേവാക്കണമെന്ന് മാത്രമേ അലീന ചിന്തിച്ചുള്ളൂ. രോഹിത് തൻ്റെ സ്വന്തം അനിയനായതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ ഭാവി ഒരിക്കലും താൻ കാരണം രോഹിത് കാരണം ഒരിക്കലും ആ കുടുംബത്തിനൊരു മാനക്കേട് ഉണ്ടാവരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അമ്മക്കത് ഒരുപാട് വിഷമായിരിക്കും. അങ്ങനെ താൻ കാരണം ഒരിക്കലും ആ ഒരു കുടുംബത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കട്ടെ അലീന ബാലചന്ദ്രനോട് പറഞ്ഞ അതേ നുണ തന്നെ പോലീസുകാരോടും ഏതായാലും മനുവും അതുപോലെ തന്നെ ബാലചന്ദ്രനും സത്യമെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഹോസ്പിറ്റലിൽ നിന്നും അലീനയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പിന്നീട് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ ഹരിയെയും അതുപോലെ തന്നെ രോഹിത്തിനെയും ചോദ്യം ചെയ്ത് അലീനെ താനായിട്ടാണ് ഇങ്ങോട്ടേക്ക് മുത്തശ്ശൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ അലീനയ്ക്കെന്നും താങ്ങായിട്ടും തണലായിട്ടും താൻ കൂടെ. അലീനെ ആർക്കും തന്നെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കാതെ മനു അലീനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും